ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പം ഇത് ഞാൻ വീട്ടിലിരുന്ന് ഇന്ന് എന്തൊക്കെ കഴിച്ചു എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഗ്രീൻ ടീയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല റിഫ്രഷിങ്ങുമാണ്, അതേപോലെ ഹെൽത്തിനും കിടിലുമാണ്. നമ്മൾ ഈ ചായ അല്ലെന്നുണ്ടെങ്കിൽ കട്ടനൊക്കെ കുടിക്കുന്നതിനെക്കാട്ടിലും ഒരു ഗ്രീൻ ടീ നമ്മൾ ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ അതിലും കിടിലുമാണ്. ഹെൽത്തിനും സ്കിന്നിനും എല്ലാം കിടിലുമാണല്ലോ. അപ്പം ഷുഗർ കൂടുതലും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അവലോസ് പൊടിയാണേ. അവലോസ് പൊടിയും അതേപോലെ പഴവും ഒരു മുട്ടയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഈസിയാണ്. അതായത് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും വർക്കിനോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ട. അവലോസ് പൊടിയും പഴവും മാത്രമായിരുന്നാലും മതി. ഞാൻ പിന്നെ ഒരു എഗ് കൂടി ഡെയിലി ഞാൻ കഴിക്കാറുണ്ട്. അപ്പം അതും കൂടി എടുത്തോന്നേ ഉള്ളൂ. ഇത് വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്നതാണ്. അപ്പം അത് ഈസിയാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പം ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 11:30 ഒക്കെ ആയപ്പോഴത്തേക്കും ചെറിയതായിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കാറുണ്ട്. എന്തെങ്കിലും യോഗോട്ടോ എന്തെങ്കിലും ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ എന്താണോ ഇരിക്കണേ അങ്ങനെ എടുത്ത് കഴിക്കാറുണ്ട്. അപ്പം ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയത് യോഗോട്ടും അതേപോലെ മാംഗോ ഉണ്ടായിരുന്നു. അപ്പം അത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. അതായത് യോഗേർട്ടും അതേപോലെ മാംഗോസും പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും ആ ഒരു മാംഗോസിൻ്റെയും യോഗട്ടിൻ്റെയും എല്ലാം നല്ല ടേസ്റ്റ് വരും. നല്ല ഹെൽത്തിയാണ് സംഭവം. നമുക്ക് ഈ എന്തെങ്കിലും പെട്ടെന്ന് വിശക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ ഹണി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ല കിടിലം റെസിപ്പിയാണ്. അതായത് ഇടയ്ക്ക് നമ്മൾ യോഗേർട്ടിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അതായത് സ്ട്രോബെറിയോ റാസ്ബെറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. നട്ട്സൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് സംഭവം. ഇന്നത്തെ ലഞ്ചിന് സ്പെഷ്യൽ കണവ റോസ്റ്റ് ആണേ. അപ്പം ഞാൻ കണവയെല്ലാം ഇങ്ങനെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മയാണ് ഇന്ന് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ ആ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് സെറ്റാക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ഫ്ലേവർ കിട്ടും. അപ്പം അതെല്ലാം ഇട്ട് പിന്നെ കൊച്ചുള്ളി നമ്മൾ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഒരു ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അമ്മ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ചെയ്യണത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ടൊമാറ്റോസും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം അതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് ജീരകപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് ഉലുവാപ്പൊടി, അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അവസാനം ആഡ് ചെയ്യുന്നുണ്ട്. നല്ല മുളകും ആഡ് ചെയ്യുന്നുണ്ട്. അതായത് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്, റെഡ് ചില്ലിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം കണവ ഇട്ടു. പിന്നെ അതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ, സംഭവം അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അവസാനം ഇടുക, സെറ്റാക്കി മൂടി വെക്കുക. റെഡി ആയിട്ടുണ്ട്. അപ്പം അത് പിന്നെ ഞാനിവിടെ നെക്സ്റ്റ് ചെയ്യുന്നത് മോര്, ജസ്റ്റ് കാച്ചിയ മോരല്ല, നമ്മൾ ജസ്റ്റ് പച്ചമോരില്ലേ, നമ്മുടെയൊക്കെ ഇവിടെ പച്ചമോരെന്നാണ് പറയുന്നത്. അപ്പോൾ പച്ചമോര് ഞാൻ സെറ്റാക്കാനായിട്ട് കൊച്ചുള്ളിയും അതേപോലെ കുറച്ച് പച്ചമുളക് കൂടെ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് ജസ്റ്റ് മിക്സിയിലിട്ട് തൈരൊന്ന് അടിച്ചെടുത്താലും മതി, ഇഞ്ചിയും കൂടി ഇട്ട്.
തൈരും ഇഞ്ചിയും കൂടി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ കൊച്ചുള്ളിയും പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഉപ്പും കൂടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ, സെറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് ഇത്. നമ്മൾ വെറുതെ കുടിക്കാനും നല്ലതാണ്, ചോറിന്റെ കൂടെ കഴിക്കാനും കിടിലമാണ്. അപ്പൊ നമ്മുടെ കണവ റോസ്റ്റ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പൊ ഇന്നത്തെ ലഞ്ചിന് ചോറും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും അതേപോലെ കണവ റോസ്റ്റും പച്ചമോരും അതേപോലെ ഒരു നെല്ലിക്ക അച്ചാറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെല്ലിക്ക അച്ചാറാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. ഈവനിങ് ഞാൻ ഒരു സ്നാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബണ്ണിൽ ഇങ്ങനെ ക്രീമും ഫ്രൂട്ടീസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അകത്ത് വലിയ ഫില്ലിംഗ് ഇല്ലായിരുന്നാലും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും ഞാൻ നാരങ്ങ വെള്ളം കൂടി ഇട്ട് കുടിച്ചു. നാരങ്ങ വെള്ളത്തിൽ കുറച്ച് മിൻറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ കിട്ടും. അപ്പം അതുകൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ ഇപ്പം ഞാൻ ഫ്രൂട്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി പിന്നെ കുറച്ച് ചിക്കനൊക്കെയാണ് എടുക്കാറുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ആപ്പിൾ എടുത്തിട്ടുണ്ട്, മുന്തിരി, ഓറഞ്ച്, കുറച്ച് കോണ്, ഒരു പീസ് ഓഫ് ചിക്കൻ എടുത്തിട്ടുണ്ട്, പിന്നെ അണിയൻ എടുത്തിട്ടുണ്ട്, ക്യുക്കുംബർ എടുത്തിട്ടുണ്ട്, പിന്നെ അതിന്റെ കൂടെ ഞാൻ ലൈം ജ്യൂസും കൂടി എടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ചോറ് കഴിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ ചോറ് കഴിക്കാറില്ല. ഇപ്പൊ ഇങ്ങനെ ഫ്രൂട്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തിയൊക്കെയാണ് ഞാൻ കഴിക്കാറുള്ളത്. അപ്പൊ ഇതാണ് എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രേ ഉള്ളായിരുന്നു ഒരു വീട്ടിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പം ഞാനതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഇത്രേ ഉള്ളായിരുന്നു ഈ ഒരു വ്ളോഗിൽ, ഒരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാമേ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.